സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കേണ്ടത് പോലീസാണ്. പോലീസ് അവരുടെ ജോലി ചെയ്യണം. അല്ലെങ്കിൽ നടത്തുന്ന സംഘടന ആ പരിപാടി എങ്ങനെയാണെന്ന് നടത്തണം. അതിനെതിരായിട്ട് ഈ വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പറയുന്നത് അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് കേസിൽ അറസ്റ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇനി അയാളുടെ പരിപാടി നടത്തുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. അയാൾ എന്താ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല, എനിക്ക് പറ്റിയ തെറ്റിനി കുഞ്ഞുങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് എന്ന് ആ മനുഷ്യൻ തുറന്നു പറഞ്ഞ ചെറുപ്പക്കാർ തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ തന്നെ ലഹരി മരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കണമെന്നാണ്. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്ന് പറയണം. അതല്ലേ ക്യാമ്പയിന്റെ ഭാഗം. അല്ലാതെ അയാളെ ഇനി ജീവിതകാലം മുഴുവൻ അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ച് അയാൾ നശിച്ചു പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് BJPയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴും സവർണ മേധാവിത്വമാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടുള്ള അയാളോടുള്ളൊരു വിദ്വേഷമാണ് മനസ്സിൽ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ആ ചെറുപ്പക്കാരൻ നല്ല പാട്ടുകാരനായ ആള് ജനങ്ങളെ കയ്യിലെടുക്കുന്ന ആൾ അയാള് ഇതിലകത്ത് പെട്ടുപോയപ്പോ നമുക്ക് വിഷമമുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത അതിലൊരു വിട്ടുവീഴ്ച കേസിൽ ചെയ്യരുതെന്ന് പറഞ്ഞ ആളായാൽ. രണ്ടാമത് ഫോറസ്റ്റ് അയാളോട് വേറെ ആരോടും പെരുമാറാത്ത രീതിയിൽ ക്രൂരമായി എക്സസ് ആയി പെരുമാറിയെന്ന് പരാതിപ്പെട്ടവരും നമ്മൾ തന്നെയാണ്. പിന്നീട് അത് കറക്റ്റ് ചെയ്തു ആ കാര്യം. ഇനി അയാൾ പണ്ട് അയാൾ പറഞ്ഞല്ലോ തെറ്റ്, ആ കേസ് നടക്കട്ടെ. അയാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് നിയമപരമായി നടക്കട്ടെ. എന്നും അയാളെ വേട്ടയാടാൻ പാടില്ല. ബിജെപിയുടെ പ്രശ്നം വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു. അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത്? ഒരു രാഷ്ട്രീയവും. ആ ചെറുപ്പക്കാരൻ വന്ന് പാടി ജനങ്ങളെ ദളിതരാ CPM ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെ. കാര്യത്തോട് അടുക്കുമ്പോൾ അറിയാം ഇവരുടെ എല്ലാം യഥാർത്ഥത്തിലുള്ള സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഈ ഗവൺമെന്റ് തന്നെയുള്ള അയാളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് അല്ലേ ആണല്ലോ. അതിന്റെ പ്രായശ്ചിത്തമായിട്ടായിരിക്കും സർക്കാരിന്റെ പരിപാടിയിൽ ക്ഷണിക്കുന്നത്. നല്ല കാര്യം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. സർക്കാരിന്റെ പരിപാടിയിലെ പൊതുപരിപാടിയിൽ അയാൾ വരട്ടെ, അയാളൊരു സിമ്പിളാവട്ടെ. ഇനി ലഹരി മരുന്ന് ഉപയോഗിക്കില്ല, എനിക്ക് പറ്റിയത് തെറ്റാണ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രതീകമായി കേരളത്തിൽ അയാൾ മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഖജനാവ് കാലിയാണെന്നുള്ളത് പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഒരു തെറ്റായ പ്രചരണമാണെന്നും കിഫ്ബിയിലൂടെ പല നേട്ടങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തുറന്നു കാണിക്കാനാണ് ഈ പ്രദർശനങ്ങൾ നടത്തിയെന്നാണ് സർക്കാർ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയപ്പോൾ തന്നെ പറഞ്ഞത്. ഖജനാവ് ക്ലീനാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്. എന്നാ പിന്നെ സർക്കാർ ആശുപത്രിയിൽ എന്തുകൊണ്ടും മരുന്നില്ല? കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ്. സപ്ലൈകോയിൽ പോയാൽ 13 സബ്സിഡി സാധനങ്ങളില്ല. കാരണം എന്താ? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത്, സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്. LCT ബോർഡ് 45,000 കോടി രൂപയുടെ കടത്തിലാണ്. അതുകൊണ്ടാണ് 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടിയത്. KSRTയിൽ ശമ്പളം കൊടുക്കുന്നില്ല. ആശാ വർക്കർമാർക്ക് വേണ്ടി 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് 10 കൊല്ലം മുമ്പ് എളമരങ്കരി നിയമസഭയിൽ സബ്മിഷൻ നടത്തിയതാണ്. അവരുടെ സർക്കാർ 10 കൊല്ലമായിട്ട് 9 കൊല്ലമായിട്ട് ഭരിക്കുന്നു. 1 രൂപ അവർക്ക് കൊടുക്കുന്നില്ല. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പൈസ കൊടുത്തിട്ട് മാസങ്ങളായി. 2,500 കോടി രൂപ കേരളത്തിലെ ക്ഷേമനിധികൾക്ക് കൊടുക്കാനുണ്ട്. ക്ഷേമനിധികൾ തകരുകയാണ്. ക്ഷേമനിധികളിൽ നിന്ന് സർക്കാർ പൈസ എടുത്തുകൊണ്ട് പോവുകയാണ്. ലോക ബാങ്കിന്റെ 144 കോടി രൂപ വകമാറ്റി ചെലവ് ചെയ്തു. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് 60,000 കോടിയാണ്. ജലജീവൻ മിഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് കോടികളാണ്, 100 കണക്കിന് കോടി രൂപയാണ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്. PWD കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. നെല്ല് സംഭരണം, പാലക്കാട് നിന്നല്ലേ ഞാൻ സംസാരിക്കുന്നത്. നെല്ല് സംഭരണം പാളി, നാളികേര സംഭരണം ഇല്ല. PRS ബാങ്കിൽ നിന്ന് ഇപ്പൊ ബാങ്കുകൾ കൊടുക്കുന്നില്ല. PRS കാരണം ബാങ്കുകൾക്ക് സർക്കാർ കൊടുക്കുന്നില്ല. ഇഷ്ടം പോലെ പൈസ ആണെങ്കിൽ പിണറായി വിജയൻ ഈ കാശകം കൊടുക്കും. ഖജനാവിൽ ഇഷ്ടം പോലെ പണം നിറഞ്ഞു കവിയാണെങ്കിൽ ഈ കാശൊക്കെ അങ്ങോട്ട് കൊടുക്ക്. ഒരു പൈസയില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 1.56 ലക്ഷം കോടി രൂപയായിരുന്നു പൊതുക്കടം. അത് അതിന്റെ ഇക്കോണമിയായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് മാനേജ് ചെയ്യാവുന്നതാണ്. GSTP അനുപാതം എന്ന് പറയും. GSTP കടം അനുപാതം 2026 10 കൊല്ലം കഴിയുമ്പോൾ 2026 പൂർത്തിയാകുമ്പോൾ 1.56 ലക്ഷം കോടിയിൽ നിന്ന് ഈ സർക്കാരിന്റെ പൊതുക്കടം 6 ലക്ഷം കോടിയായി വർദ്ധിക്കാൻ പോവാം.